Millions of people are now in Canada with expired or imminently expiring visas. How is the government going to ensure that they will leave? Good question. കനേഡിയൻ ഗവൺമെന്റ് കാനഡയിലുടനീളം CBSE ഓഫീസേഴ്സ് അത് ഏതാണ്ട് 1000-ലധികം എക്സ്ട്രാ ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാനഡയിലുടനീളം പരക്കെ റെയ്ഡ് നടക്കുകയാണ്. ഈ ഡിസംബർ 25-ന് ഇപ്പുറം ഏതാണ്ട് 2 മാസം കൂടെ ഉള്ളൂ. 49 ലക്ഷം ആളുകളാണ് നിയമപ്രകാരം ഈ രാജ്യം വിടേണ്ടത്. അതിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പെർമനന്റ് വിസ കാറ്റഗറിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയവരൊഴികെയുള്ള സകല വിസ കാറ്റഗറിയിലും വർക്ക് പെർമിറ്റുകൾ എക്സ്പയർ ആയതുൾപ്പെടെയുള്ള എല്ലാ ആളുകളും അതിൻ്റെ അകത്ത് പെടുമെന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട്. എത്ര വർഷമായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളും ഇന്ത്യക്കാരായിട്ടുള്ള കുടുംബങ്ങളും അവരുടെ സ്പൗസ് ഉൾപ്പെടെ ഈ രാജ്യത്തേക്ക് എല്ലാം വിറ്റുപെറുക്കി കയറി വന്നിട്ട് ഇപ്പോൾ എല്ലാവരും തിരികെ നാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? അവിടുത്തെ സിറ്റുവേഷൻ അതിനേക്കാൾ വളരെ പരിതാപകരമാണ്. കനേഡിയൻ ഗവൺമെന്റിന്റെ മുന്നിൽ അവര് ദയക്കായി ആയിരക്കണക്കിന് ആളുകളാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ സൈലം സീക്കേഴ്സ് ആയിട്ട്. എന്നാൽ അതിനും നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും എലിജിബിൾ ആകത്തില്ലെന്നാണ് മറ്റൊരു സത്യം. കാരണം സൈലം സീക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രത്യേകിച്ച് ഏതൊരു രാജ്യത്തു നിന്നാണോ നമ്മൾ കടന്നു വന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് തീവ്രവാദങ്ങൾ പോലുള്ള കൺട്രീസിൽ നിന്നുള്ള ആളുകൾ, അവർക്ക് ഇങ്ങനെയുള്ള സൈലം സീക്കേഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. കാരണം അവരതിനകത്ത് ചൂണ്ടിക്കാണിക്കും, ഞങ്ങൾക്ക് തിരികെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല, അത് ഞങ്ങളുടെ ജീവന് അത് ഭീഷണിയാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് അതിനുമുള്ള ഒരു സ്കോപ്പില്ലെന്നുള്ള സത്യം. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയുള്ള തീവ്രവാദ രാജ്യമല്ലാത്തത് കൊണ്ടും തീവ്രവാദങ്ങളെ ഒക്കെ എതിർക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും നമ്മുടെ ആൾക്കാർക്ക് അതിനും ഒരു ചാൻസ് ഇല്ല. എങ്കിലും ഒരു അവസാനത്തെ കൈ എന്ന നിലയിൽ എത്രയോ ഇന്ത്യക്കാരാണ് അത് സൈലം സീക്കേഴ്സിന് വരെ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വന്ന എത്രയോ ചെറുപ്പക്കാർ ഇവിടെയുള്ള കനേഡിയൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വിവാഹം ചെയ്ത് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയ നൂറുകണക്കിന് ആൾക്കാർ അതിനകത്തും എത്രയോ തട്ടിപ്പിനിരയാകി സ്വന്തം ജീവിതം പോലും ബലിയാടാകേണ്ടി വന്ന എത്രയോ ആളുകൾ. എന്നാൽ ഇപ്പോൾ അത് ഗവൺമെന്റ് തിരിച്ചറിയുകയും അതിൽ നടക്കുന്ന ഗുഡായ്പകളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ആ ഒരു വിഷയത്തിനും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും ചെക്കിങ്ങുമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. ഈ കഴിഞ്ഞ ഒരു ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 3000-ലധികം ഇന്ത്യക്കാരെ മാത്രം ഈ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. CBSEയുടെ ഓഫീസേഴ്സ് അവരെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും നിന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിച്ച് അങ്ങനെ കയറ്റിവിട്ട ആളുകളാണ് അവരൊക്കെ. ഇപ്പോഴത്തെ നിലയിൽ കനേഡിയൻ ഗവൺമെന്റ് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ 49 ലക്ഷം എന്ന് പറയുന്നതിനകത്ത് പല രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട് എങ്കിൽ പോലും മജോറിറ്റി ഓഫ് ആളുകൾ അതിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള അനേകം ആളുകൾ അതിനകത്ത് ഉൾപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡിൽ, അതായത് IT ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഫീൽഡ്, അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെയും ഒരു അവസരം, പിന്നെയും ഒരു സാധ്യത മുൻപിലുണ്ട്. അവർക്കൊരു പക്ഷേ PR-ന്റെ ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വരാം. എന്നാൽ നിലവില് മറ്റുള്ള ഏത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് വന്ന് അവർ പഠിച്ചു വർക്ക് പെർമിറ്റ് ആയി എന്നുള്ള ആളുകൾക്ക് അവരുടെ സാധ്യത വളരെയധികം കുറവാണ്. അങ്ങനെ എക്സ്പയർ ആയി അവരുടെ വർക്ക് പെർമിറ്റും വിസയും എല്ലാം എക്സ്പയർ ആയിട്ടുള്ള ആളുകളാണ് ഈ 49 ലക്ഷം ആളുകൾ. അത് 2 മാസം കൊണ്ട് രാജ്യം വിടണമെന്നാണ് ഗവൺമെന്റിന്റെ ഓർഡർ. എന്നാൽ പലതരത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം വാതിൽ മുട്ടുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് യാതൊരു ദാക്ഷിണ്യം ആ വിഷയത്തിൽ കാണിക്കുന്നില്ല. അവർക്ക് ഇന്ത്യക്കാർ ഇവിടം വിട്ടു പോകണം എന്ന് തന്നെയാണ്
അവരുടെ സൈലന്റ് ആയിട്ടുള്ള അവരുടെ ഒരു തീരുമാനം എന്ന് വേണേ നമുക്ക് പറയാനായിട്ട് കഴിയും. അതൊരു പക്ഷേ അതിന് കാരണക്കാർ നമ്മളൊക്കെ തന്നെ ആയിരിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടും ഓരോ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ ആയിരിക്കാം. എന്നാൽ ഇതിലൊന്നും പെടാത്ത പതിനായിരക്കണക്കിന് നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഓരോ നിയമങ്ങളും ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്വപ്നം ഈ രാജ്യത്ത് ഏതാണ്ട് കുഴിച്ചു മൂടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. എപ്പം വേണമെങ്കിലും ഏത് നിമിഷവും ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ സ്വയമേ ഈ രാജ്യം വിട്ടുപോകണം. അമേരിക്കയിൽ ട്രംപ് ചെയ്തതുപോലെ സ്വയം ആ രാജ്യത്ത് നിന്ന് വിട്ടുപോകാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ട്രംപ് ഭരണകൂടം ഒരുക്കി കൊടുത്തു. എന്നാൽ നമുക്കറിയാം അങ്ങനെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഐസ് പോലുള്ള ഓഫീസേഴ്സിനെ ഇറക്കിക്കൊണ്ട് വളരെ ബലമായിട്ട് ഇപ്പോൾ നമുക്കറിയാം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്ത് വിടുന്നത്. ഏതാണ്ട് കാനഡയും ആ ഒരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് അനേകം ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ഡിപ്രഷനിലോട്ട് കടന്നുപോയി പല ആത്മഹത്യകളും ഈ കാനഡയിൽ വർദ്ധിക്കുകയാണ്. അതൊന്നും പലപ്പോഴും പുറലോകം അറിയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വാർത്തകൾ കാണും, ഇന്ന ഇന്ത്യക്കാർ മരിക്കുന്നു. അത് വെളിയിൽ വരുന്ന വാർത്തകൾ മാത്രമാണ്, അല്ലാത്ത എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള അനേക അഡ്വർടൈസ്മെന്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. നേഴ്സുമാർക്ക് അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷണൽ ആളുകൾക്കെല്ലാം ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ എത്രയും വേഗം ഞങ്ങളെ സമീപിക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയെങ്കിലും ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം ഏതാണ്ട് നശിച്ചു നാറാണക്കലായി അവര് സ്വന്തം നാട്ടിലേക്ക് പോകേണ്ട ആ ഒരു ഗതികേടിൽ അവർ നിൽക്കുമ്പോൾ ദേവിയേത് അത് മറ്റുള്ളവര് അത് തിരിച്ചറിയാതെ പോകരുത്, വീണ്ടും ഇങ്ങനെയുള്ള ട്രാപ്പിൽ ചെന്ന് പെടാതിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നയം സനോട് റെക്സി ജോയ്. ബൈ.